തിരുവനന്തപുരത്തേക്ക് കൂടി പോവുകയാണ്. വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീജ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, തീർച്ചയായും ഇപ്പോൾ ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ നടന്ന് ഈ മ്യൂസിയം ഭാഗത്തേക്ക് പോകുന്നത്. മ്യൂസിയം ഭാഗത്ത് നിന്നാണ് ട്രേഡ് യൂണിയനുകളുടെ ജാഥ ഈ പ്രകടനം, പൊതുപണിമുടക്ക് ദിവസത്തെ പ്രകടനം ആരംഭിക്കുന്നത്. ലോക് ഭവനിലേക്കാണ് ആ പ്രകടനത്തിനൊപ്പം ഐക്യദാർഢ്യവുമായാണ് അദ്ദേഹം ഈ പ്രകടന സ്ഥലത്തേക്ക് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗിക വസതി, ബേക്കറി ജംഗ്ഷന് സമീപത്തുള്ള ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം കാൽനടയായി ഈ പ്രകടനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് മുൻ പണിമുടക്കിൻ്റെ സമയങ്ങളിലും അദ്ദേഹം സമാനമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പണിമുടക്കുള്ള ദിവസങ്ങളാണെങ്കിൽ തൊഴിലാളികൾക്കൊപ്പം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നൊരു കാഴ്ച അത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും അതേ രീതിയിലുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് നിലവിലിപ്പോൾ എടുത്തിട്ടുള്ളൊരു നിലപാടെന്ന് പറയുന്നത്. ഇവിടെ നിന്നും നടന്ന് താൻ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മ്യൂസിയത്തിന് മുൻവശത്തേക്ക് അല്പസമയത്തിനകം എത്തുന്നതായിരിക്കും. അവിടെ എത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പൊതുപണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് പൊതുപണിമുടക്ക് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ ഒരു സാഹചര്യം ഒക്കെ പരിശോധിക്കുമ്പോൾ പൂർണ്ണമാണ് പണിമുടക്ക് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയുന്നത്. ഐക്യദാർഢ്യവുമായി മന്ത്രിമാരടക്കം നിലവിൽ രംഗത്തെത്തുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.